നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗുൽമർഗിലാണ്. അപ്പൊ ഗുൽമർഗിലെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ വണ്ടിയിൽ നിന്ന് നമുക്ക് എന്ത് വ്യൂ ആണ് കാണുന്നതെന്ന് കാണിച്ചു തരാവേ. विंटर्स में यहाँ से दूसरी गाड़ी लेनी पड़ती है. എന്താ ലുക്ക്. അങ്ങനെ ഞങ്ങൾ ഗുൽമർഗിലെത്തി. ഇതിനകത്തോട്ട് നോക്ക്. പിന്നെ അങ്ങോട്ട് ചെരിഞ്ഞ് റൈറ്റ് ചെരിഞ്ഞ് നിന്ന് നോക്ക്. തണുപ്പല്ലോ പറഞ്ഞാണ്ടല്ലോ. ഈ സൈഡ് നോക്കിയോ. ആരാത്? ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഈ തണുപ്പ് അങ്ങോട്ട് തലക്കടിച്ചിട്ട് ചെറുതായിട്ട് മാനസിക നില തെറ്റിയോ എന്നൊരു സംശയം. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഞങ്ങൾ ചിരിക്കുന്നു. അത് കാരണം കടക്കാരൊക്കെ ഞങ്ങളോട് നോക്കിയിട്ട് നിങ്ങൾ പോവാറായില്ലേ എന്നുള്ളൊരർത്ഥത്തില് ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പുറകെ ആരും വരൂല. ഇല്ല, പ്രശ്നമാണ്. കോട്ട് വേണോ ബൂട്ട് വേണോ എന്ന് ചോദിച്ചിട്ട് പുറകെ ആൾ വരുന്നുണ്ട്. ഇതെന്താ ഇവരുടെ പ്രഷർ? ഇവളെ ഇമോഷണലി ഇവർ നിർത്തിക്കളയും. നമ്മൾ എന്തെങ്കിലും സാധനം ഇവർ വിൽക്കാൻ വരുമ്പോൾ നമ്മൾ വേണ്ട, ഇതാരായി പുറകിൽ നമ്മളത് വേണ്ടാന്ന് പറയുമ്പോൾ ചോദിക്കും ഞങ്ങളോട് എന്താ ഇത്ര ദേഷ്യം, ഞങ്ങളൊക്കെ ഒന്ന് ജീവിച്ചോട്ടെ, ഞങ്ങളുടെ ഈ സാധനങ്ങൾ കൂടെ മേടിച്ചോട്ടെ, നിങ്ങളൊക്കെ അല്ലേ ഞങ്ങളെ ജീവിപ്പിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് കുറേ ഇമോഷണലി വിഷമിപ്പിക്കും. ആദ്യം എനിക്ക് വിഷമമായിരുന്നു, പിന്നെ എനിക്ക് ശീലമായി. എങ്ങോട്ടാ വഴി? എൻ്റെ മാപ്പിള പോകുന്ന കണ്ടില്ലേ, ഫുള്ള് ലുക്കിൽ. ഈ ബാഗിൽ മൊത്തം എൻ്റെ പല കളറിലുള്ള ജാക്കറ്റാട്ടോ, വേറൊന്നുമല്ല. പിന്നെ ഫ്ലാസ്കിൽ ചൂടുവെള്ളം തേണ്ടി ഈ സാധനത്തിന്. ഗ്ലാസ് എവിടെ? കണ്ണാടി വെക്ക് സൈനാ. നിങ്ങൾ രണ്ടും കണ്ണാടി വെച്ചല്ല ലുക്ക്. ഞാൻ പിന്നെ കണ്ണ് കാണാത്ത വ്യക്തി ആയതുകൊണ്ട് എനിക്കിത് വെച്ചല്ലേ പറ്റൂ. അപ്പം ഇന്ന് സാരി ഉടുത്ത് വീഡിയോ ചെയ്യണം, ഇന്ന് സാരി ഉടുക്കാന്നുള്ളൊരു പ്ലാനായിരുന്നേ. പക്ഷേ രാവിലെ തൊണ്ടവേദന കാരണം സാരി വേണ്ടാന്ന് വെച്ചു. അതൊരു മികച്ച തീരുമാനമായിരുന്നു. കാരണം ഭയങ്കര തണുപ്പ്, എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. എനിക്കറിയൂല, നാ മർദാനോടൊന്ന് പറഞ്ഞു കൊടുക്കടാന്ന് മറ്റേ ജഗതി പറഞ്ഞില്ല. പറ കുഞ്ഞാ സൈനന്തി, എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? സന്തോഷമുണ്ടോ? അതാണ് എനിക്കറിയണ്ടേ. സന്തോഷം ഉണ്ടോ? ചെവിയൊക്കെ മൂടി വെച്ചോട്ടാ. മഞ്ഞൊക്കെ നല്ല ഉരുകി തുടങ്ങി. റോഡിൽ മൊത്തം വെള്ളം കേട്ടോ. കൂടെ ഉള്ളവരവിടെ ഒരിടത്തിനെ കാണാനില്ലല്ലോ. ഒരു ടോയ്ലറ്റ് കണ്ട, അതിൻ്റെ മുകളിലത്തെ മഞ്ഞ്. ഇത്രയും തിരക്കുണ്ട്. നമ്മൾ ആദ്യം ഇത് നോക്കണ്ട കേട്ടോ. ആദ്യം കേബിൾ കാറിൽ പോയിട്ട് റോപ്പ് വേയിൽ പോയിട്ട് ഫേസ് 1 ഇറങ്ങും. അവിടെ തണുപ്പ് ഇത്തിരി കുറവാണേ. അത് കഴിഞ്ഞ് അവിടെ എല്ലാം കണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് ഫേസ് 2 ഫേസ് 2 ഭയങ്കര ആൾട്ടിറ്റ്യൂഡാണ്, ഭയങ്കര ഹൈറ്റിലാണ്, ഏറ്റവും ടോപ്പാണ്. അവിടെ ചെന്നാൽ ശ്വാസത്തിന് നല്ല ബുദ്ധിമുട്ടൊക്കെ കാണും. അവിടെ മാക്സിമം ഒരു 10-15 മിനിറ്റ് കൂടുതൽ നിൽക്കേണ്ടെന്ന് ഡ്രൈവർ നമ്മളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നേ. നിന്നെ മാത്രം എടുക്കാട്ടാ. അല്ല, ആൾക്കാരിപ്പോ അതെ ഇതിനകത്ത് തോന്നുന്നുണ്ട്. എല്ലാരും ഇപ്പൊ ഓർക്കും ഇത്രയും നാളെ വീഡിയോ എടുക്കാൻ മടിയുള്ളവന് ഇപ്പൊ എന്നെ നിർബന്ധിക്കുക വീഡിയോ എടു. ചൂടുവെള്ളം കുടിച്ചോട്ടാ നടക്കുന്നത്. തൊണ്ടവേദന ഉണ്ടേ. ഇത് നമ്മള് മലേഷ്യയിലുണ്ട് കേട്ടോ ഈ സെയിം സാധനം. സാധനം ഇത് നോക്ക്, നമ്മൾ അവിടെയാണ് ഇറങ്ങുന്നത്. റോഡുണ്ടോ? ആൾട്ടിറ്റ്യൂഡ് എഴുതിയേക്കുന്നുണ്ടോ? എന്നിട്ട് ഇങ്ങനെ ചരിഞ്ഞ് അങ്ങോട്ടേക്കാ മഞ്ഞ് കാണാം. ആൾക്കാർ വേണമെന്നില്ലേ? നിറച്ച ആൾക്കാരാട്ടോ. നമുക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ആളൊഴിഞ്ഞിടത്ത് നമ്മൾ ആളൊഴിഞ്ഞിടത്ത് നമുക്ക്
വീഡിയോസ് ഇങ്ങനെ കുറച്ച് തിരക്ക് കുറഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് സോൻമാർഗാണ് നല്ലത്. കണ്ട് ആസ്വദിക്കാനാണെങ്കിൽ ഗുൽമർഗാണ് നല്ലത്. ഞങ്ങൾ ഭാഗ്യമുള്ളവരാ. ഞങ്ങൾ വന്നപ്പോൾ നല്ല അടിപൊളി സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. കുഞ്ഞാൻ്റെ കോട്ട വീഴുന്നുണ്ടാ, മഞ്ഞ് പൊഴിയുന്നു. അതായത് ഇത്രയും ദിവസം ഇല്ല, പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ മഞ്ഞ് പൊഴിഞ്ഞു. ആറ്റിറ്റ്യൂഡ് ഇട്ടോ മഞ്ഞില്. ബാഗിൽ വീഴുന്ന കാണാൻ പറ്റുന്നില്ലേ? ഇവനെ കൊണ്ട് എൻ്റെ മോൻ വീഡിയോ എടുപ്പിക്കുന്നതാണ്. സ്ലോ മോഷൻ വിത്ത് ആറ്റിറ്റ്യൂഡ് വരുന്ന നോക്കി. തുടങ്ങിയില്ല. അവിടേക്കാ തുടങ്ങിക്കോ. അമ്മേ, മഞ്ഞടിച്ച് വട്ടായതാ. ഡാൻസ് ആറ്റിറ്റ്യൂഡിന്റെ ഡാൻസാ. കഴിക്കാനുള്ള സാധനമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ ഒരു കുപ്പി വെള്ളം 120 രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത്, ഈ ഇത്രയോ ഹൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ബാഗിൽ മുന്തിരി ഉണ്ടായിരുന്നു, കഴുകാൻ വെള്ളമില്ല. മഞ്ഞിലിട്ട് കഴുകി തിന്നുക, മഞ്ഞില്. ജീവിതം മാറി മറിയുന്ന മറിച്ചിലേ. കോഴിക്കൂട്ടി നടക്കണ്ട നാളെ കോഴിക്കൂട്ടി കൂടെ നടക്കണ്ടേ. ഇന്നും മഞ്ഞിൻ്റെ അകത്തൂടെ മഞ്ഞത്ത് പുളിയൊക്കെ തിന്നാൻ നല്ല രസം അല്ലേ? പുളി തിന്നാനൊരു ഫീല് ചൈനയ്ക്ക് ദീപ്തിക്കണം. കൺട്രാഗേഷൻ വരും. എന്തൊക്കെ വരും എന്തോ. ഞങ്ങള് ഫേസ് 1 ഇനി ഫേസ് 2 പോവാണ്. 3 മണി വരെ കയറ്റി വിടത്തുള്ളൂ. മുകളിൽ ചെന്ന് കഴിഞ്ഞാലും 15 മിനിറ്റുള്ളിൽ നിൽക്കാൻ പറ്റത്തില്ലേ. അവിടെ അത്രയും നിർത്തുള്ളായിരിക്കും തോന്നുന്നു. അങ്ങനെ നമ്മൾ ലോകത്തിന്റെ നെറുകെ, ഇന്ത്യന്റെ നെറുകയിലെത്തി തോന്നുട്ടാ. ചെറുതായിട്ട് പണി പാളിയോ, സാധനം നിന്നു. സൈന ശിഷ്ടകാലം തിന്നാൻ വല്ലതും ഉണ്ടോ? മുന്തിരി ഉണ്ട്. വെള്ളം മുന്തിരി തിന്ന് ജീവിക്കേണ്ടി വരും. കാറ്റും വെളിച്ചം കയറും അതിനകത്ത്. ആ കയറും. സാധനം നിന്ന്. അയ്യോ, നട്ടുക്കത്തി നിന്ന്. അവർക്കൊക്കെ ചാടാനുള്ള ഹൈറ്റേ ഉള്ളൂ. അല്ല, ഹൈറ്റ് ഉണ്ടാവില്ലേ. എല്ലാവരും നിന്നപ്പോൾ ഒരു സമാധാനം. ഇതാണ് ഫേസ് 2. അമ്മേ, എന്തൊരു തണുത്ത കാറ്റാ. ഗ്ലൗസ് ഇട്ടാ അടുത്ത് വിറച്ചിട്ട് പറ്റുന്നില്ല കേട്ടാ. ഇതിൻ്റെ കഴുത്ത് ഫുള്ള് കയറ്റ്. നെക്കടേട്ട്. ആ ഓക്കെ. കഴുത്ത് പറ്റും. തണുപ്പ് പണിയാവുന്ന കണ്ട അപ്പോൾ പ്രിപ്പറേഷൻ എടുത്തോ. അപ്പോൾ കണ്ട കൈ മരവിച്ചാ. എൻ്റെ കൈ മരവിച്ചു. പിന്നെ തണുപ്പ് കൈയൊക്കെ മരവിച്ചിട്ടാ. ഗുൽമർഗിലെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലത്താണ് ഉള്ളത്. അതായത് നല്ല ആരോഗ്യമുള്ളവർ മാത്രം ഫേസ് 2 വന്നാൽ മതി. അത്രയ്ക്ക് തണുപ്പും തണുത്ത കാറ്റുമാണ്. ഇറങ്ങിക്കഴിയുമ്പോൾ ഇനി എന്താവോന്ന് അറിയത്തില്ല. ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഞങ്ങൾ കൊണ്ടുവന്ന കേട്ടോ ഫ്ലാസ്കിൽ നല്ല തിളച്ച വെള്ളം. ഇതിന്റെ അവസ്ഥ അറിയായിരുന്നു ഏകദേശം. ഇപ്പൊ വെള്ളത്തിന് ഭയങ്കര വിലയേ. ഐസായി കിട്ടും ഉപ്പ് ഒഴിച്ചാൽ. അതിനകത്ത് കളിക്കാനുള്ള വെള്ളമില്ല. അത് കിടക്കുന്നുണ്ടോ? പട്ടാളക്കാരൊക്കെ ഒന്നിക്കണോട്ടെ ഇവിടെ ഡ്യൂട്ടിയിലുള്ള 24 മണിക്കൂർ രാത്രി. സൂര്യന് നാണം വരുന്നു. വെയിലടിച്ചിട്ട് നടക്കുന്നില്ലല്ലോ.
മഞ്ഞിങ്ങനെ പൊഴിഞ്ഞോണ്ടിരിക്കട്ടോ ഞങ്ങള്. മഞ്ഞിങ്ങനെ പൊഴിഞ്ഞിട്ടേ ഇന്നിങ്ങനെ മഞ്ഞ് വീഴുമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്കിങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. നോക്കി വണ്ടി പോട്ടെ. അപ്പൊ നമ്മളിങ്ങനെ തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇത്രയും മഞ്ഞിങ്ങനെ വീഴുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. എന്ത് രസമായിട്ട് മഞ്ഞ് അയ്യോ അത്ര രസമില്ല കേട്ടോ. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത ദിവസമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് മുഗൾ ഗാർഡനിലാണ്. അപ്പോൾ ഇത് പരീമഹൽ എന്ന് പറഞ്ഞൊരു ഗാർഡനാണ്. ഇവിടെ കയറുന്നതിന് 30 രൂപയാണ് ഫീസ്. ഗൂഗിൾ പേ ഇല്ല, നമ്മൾ ഇവിടെ പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ മറ്റേ അണ്ടർഗ്രൗണ്ടൊക്കെ കല്ല് വെച്ച് കെട്ടിയ പഴയ കൊട്ടാരത്തിൻ്റെ എന്തൊക്കെയോ ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ കയറിയതേ ഉള്ളൂ, നോക്കട്ടെ. നല്ല പൊക്കത്തിലിരിക്കുന്നൊരു സ്ഥലം കേട്ടോ ഇത്. ഇത് ഈ അടുത്ത സമയത്ത് പണിതാന്ന് തോന്നുന്നു, പക്ഷെ കൊള്ളാമല്ലേ. ചങ്ങലയ്ക്കറ്റത്ത് ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും കൊള്ളാൻ തോന്നുന്നത്. ഇന്നലെ ശരിക്കും ഞങ്ങൾ സെൽഫി സ്റ്റിക്ക് മറന്നുപോയി, അല്ലേ മഞ്ഞിലിട്ട് ഞങ്ങളത് ഇളക്കിയനെ. എന്താ കൂട്ടാ നമ്മൾ വന്നതാ വഴി. ഓ റൂട്ട് മാപ്പ് പിടിക്കുക. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ടോ വണ്ടിയിൽ നിന്ന് ഇറക്കി ഞങ്ങളെ ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കട്ടെ. ഇവിടെ ആട്ടോ രാജ്ഭവൻ ഉള്ളത്, ഇതിന് തൊട്ടടുത്താണ്. അപ്പോൾ രാജ്ഭവൻ ഉള്ളത് കൊണ്ട് ഞങ്ങളെ വരുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് ഇറക്കി നടത്തി ചെക്ക് ചെയ്ത്, ബാഗ് ഞങ്ങളെയും ചെക്ക് ചെയ്ത് ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്ത് നിന്ന് വണ്ടിയെ കയറി ഞങ്ങൾ വന്നു. ഓ ഇത് പണ്ടത്തെ എനിക്ക് അതോറിറ്റികളൊക്കെ ആ അറ്റത്ത് പോയി നിന്നുണ്ടെന്നൊന്ന് വീക്ഷിക്കുന്നത് അല്ലേ. അവിടെ പോയി നിന്ന് ഇങ്ങനെ നോക്കും പഴയ രാജാക്കന്മാരുടെ. എനിക്കറിഞ്ഞൂടാ, ചുമ്മാ തള്ളുന്ന കേട്ടോ. ആ ലുക്ക് കണ്ടിട്ട് പഴയ സെക്യൂരിറ്റികളുണ്ടല്ലോ, ഈ മുഗൾ രാജവംശത്തിലെ ഈ സൈന്യ ആൾക്കാർ, അവരവിടെ നിന്ന് ഇങ്ങനെ വീക്ഷിക്കും. അയ്യോ നമ്മൾ ആത്തിച്ചേട്ടത്തി ഇതുപോലെയല്ലേ ബൈനോക്കുലർ വഴി നോക്കിയേ. ഇത് കണ്ടോ അണ്ടർഗ്രൗണ്ട് പോകുന്നേ. തുളിപ്പ് ഗാർഡൻ എവിടെ? ആ വൈറ്റ് കാണുന്നുണ്ടോ? നമ്മൾ അതിന്റെ സൈഡിൽ നോക്കിയത് ഇലയാണോ പൂവാണോ? കൊള്ളല്ലേ. ഇത് നോക്കിച്ച് ഇലയില്ലാത്ത ചെടി, പൂ മാത്രം. ഷെയ്ഡും ഉണ്ട്, കല്ല് വെച്ച് പണിഞ്ഞേക്കുന്നത്. ഹായ്, നമ്മുടെ അവിടെ വളരുമെങ്കിൽ ഒരു കമ്പ് കൊണ്ടുവരുന്നത് തരൂല്ലായിരിക്കും, എറിഞ്ഞിടും നമ്മൾ. എന്താന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ. എങ്ങനെയുണ്ട് ഈ ചെടി? മാവല്ലേ? അല്ല, ഇത് കണ്ട മേളിലെ ആൾക്കാർ, ഇതിന് പൊക്കത്തെ ആൾക്കാരില്ല. ഇതൊരു നില, ഒരു നില. ഇത് രാജാവ് താമസിച്ച സ്ഥലമൊക്കെ കണ്ടുപിടിക്കുക. പള്ളിക്കുളി വിളിക്കുന്ന കുളം വന്നത് അല്ല, അകത്ത് കയറുന്നുണ്ട്. അത് കണ്ട പാറാവുകാർക്ക് നിൽക്കാനാണ്. ആ പാറാവുകാർക്ക് നിൽക്കാനാണ് തോന്നുന്നത്. വീട് പോലെ ആക്കി വെച്ചേക്കുന്നത്, സെക്യൂരിറ്റി റൂം. ഗുഹയെ കൂടെ ഇങ്ങനെ കയറണം കണ്ട. ഇവിടുത്തെ ഓരോ കല്ലുകൾക്കും ഓരോ കഥ പറയാനുണ്ട്, പക്ഷെ ആ കഥ നമുക്കറിയത്തില്ല, അതാണ് പ്രശ്നം. എന്തൊക്കെയോ സ്റ്റോറി ഉണ്ട്, ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. ഞാനങ്ങ് ഊഹിക്കുക, അതുകൊണ്ട് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. ശരിയാണെങ്കിൽ ശ്രീനഗറിൻ്റെ ഒരു ഫുൾ വ്യൂ ഇവിടെ നിന്നാൽ കിട്ടും. കണ്ട കണ്ട, മുഗൾ സേനാധിപതിയൊക്കെ ഇവിടെ നിന്നുകൊണ്ടായിരിക്കും ശ്രീനഗറിനെ ഫുൾ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇതിലേക്ക് ഇറങ്ങാ. ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലൂടെ പോവുകയാണ്. ഇത് ഷാജഹാന്റെ സമയത്ത് നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഓ ഇതിങ്ങനെ ഉണ്ട് കേട്ടോ, താഴേക്ക് താഴേക്ക്. ആ സാധനത്തിനൊന്ന് കാണിച്ചു കൊടുത്തേ, പിന്നെ ഫോട്ടോ ഇല്ലെന്ന് പറയുന്നത്.
മതി, ഞങ്ങളെ എവിടുന്നേലും ഒന്ന് കാണിച്ചു തന്നാൽ മതി. നാണം വരുന്നുണ്ടോ നിനക്ക്? നോക്കി സൈന മുഖത്തോട്ട് സൂക്ഷിച്ചിട്ട് നാണമൊക്കെ ഇല്ലേ? ഉണ്ട് 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 ഉണ്ട്. നാണം മറയ്ക്കാൻ വേണ്ടി താടി വളർത്തിയിട്ട് കാര്യമില്ല. ഞങ്ങളിവിടെ ശ്രീനഗറുള്ള ശങ്കരാചാര്യ ടെമ്പിളിൽ വന്നേക്കാണേ. അപ്പോൾ നല്ല സ്റ്റെപ്പുണ്ട്, കുറേ ഉണ്ട്. സൈന്യനെ ഞാൻ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക മുകളിൽ വരെ. നമ്മളിവിടെ ഇങ്ങനെ നിരത്തി വെച്ച് കിടന്നാ കഴിക്കുന്നത് കേട്ടോ. അടിപൊളി അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മുടെ കാശ്മീരിലെ ഒരു ഹോട്ടലിലാണ് ഇവിടെ. അതായത് നമ്മൾ കാശ്മീരി വസ്വാന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണം എന്താ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ വെച്ച് തരും. നമുക്കിങ്ങനെ കിടന്ന് കഴിച്ചിട്ട് ഇവിടെ തന്നെ കിടന്ന് ഫുഡൊക്കെ കഴിച്ച്. നമ്മളിപ്പോൾ നോൺ വെജ് വസ്വാനാണ് പറഞ്ഞേക്കുന്നത്. അല്ല, ഓർഡർ ചെയ്യണ്ടേ. എന്നിട്ട് നമ്മൾ അതിൽ കഴിക്കുന്നു. നമുക്ക് നോക്കാം. ഞാൻ കണ്ടിട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, അല്ലാണ്ട് കണ്ടിട്ടില്ല. നമുക്ക് നോക്കി നോക്കാം ഇതെന്താ സംഭവം എന്നുള്ളത്. स्पेशल कपल प्लेट वाला नहीं है, हम ज़्यादा नहीं खाते. No, we have only 2 person here. If you want to try this one, you can. I have No problem. yeah, no problem. But it मतलब quantity will be क्वांटिटी आइटम सही लगेगा ना. item same here. Quantity will be less. Quantity This is only for the 2 person. कोई बात Like there will be 2 sheikh kebab. There is 2 rista meatball. There is 2 piece of rogan josh. എല്ലാം ഈ രണ്ട് പീസ് Yeah, രണ്ട് pieces. This is 2 pieces. Yeah. എന്നാ കാല് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടക്കണ്ട, അല്ലാണ്ടിരുന്നോ? കാല് നീട്ടിയിരുന്നോ? ഫുഡ് വരുമ്പോ പിന്നെ കേട്ടക്ക എങ്ങനെയാ കഴിക്കുന്നത്? കഴിക്കാൻ കുറച്ച് മധു കൂടി കിട്ടുന്നുണ്ട്. മധു അല്ല, അരുണിമ. ഹലോ, മറ്റേ പാട്ട് കേട്ടില്ലേ? ഇതിങ്ങനെയല്ലേ? എങ്ങനെയാ പാട്ട്? മധു പകരു നീ താരകേ, അങ്ങനെ കണ്ടില്ലേ? ഇച്ചിരി പാട്ടൊക്കെ കൂട്ടിയിട്ടുണ്ട്. പാട്ടൊക്കെ ഇത്തിരി കൂടിയിട്ടുണ്ട്. എനിക്ക് കിട്ടൂല. ഇതെങ്ങനെ പിടിച്ച അങ്ങനെയല്ല പറയണോ? എന്നാ പറ. അതൊക്കെ ഒരു കാലം. ഞാൻ ഓർക്കുമായിരുന്നു. അല്ല, മറ്റേ ഇപ്പം പറയത്തില്ലേ നസീം സംക്രാന്തി, അതൊക്കെ ഒരു കാലം. എന്തോരം പ്രേമമായിരുന്നു എനിക്ക്. ഒരു കോമഡി ഉണ്ട്. ഒരു മിനിറ്റ്. ആ, ഇതിലാവണുണ്ട്. ഫുള്ള് കിട്ടുന്നുണ്ട് സാധനം. എൻ്റെ കിട്ടണില്ല. കിട്ടുന്നുണ്ടോ? അതിൽ കിട്ടണുണ്ട്. ഇത് ഫുള്ള് മട്ടൺ ഐറ്റംസ് ആട്ടോ. മട്ടൺ ഐറ്റംസ്. ഇത് മട്ടൻ്റെ റിബ്സാണ്. പിന്നെ കബാബ് ഉണ്ട്, ഇവരുടെ ചട്ടണി. ഇത് മീറ്റ് ബോൾ. ഇത് ഇറച്ചിയാണ്, മുട്ടയല്ല കേട്ടോ. ഇത് തൈരിലുണ്ടാക്കിയ മട്ടൺ. ഇത് വേറെന്തെങ്കിലും ഉണ്ടാക്കിയ മട്ടൺ. ഇത് റൈത്ത. എവറിത്തിങ് ഈസ് മട്ടൺ. റൈത്ത, സാലഡ്. ഇത് ഇവിടുത്തെ ലോക്കൽ റൈസ് ആട്ടോ, റൈസ്. ഇത് പിന്നെ ഇതാണ് വെള്ളിപ്പാത്രം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ കല്യാണത്തിനാണ് ഇവർ ഈ ഒരു സംഭവം. ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നൊരു 3 ആൾ വേദം ഇങ്ങനെ ഇത് അടച്ചു വെച്ചിട്ട് അന്നേരം തുറക്കുള്ളൂ. ഇങ്ങനെ ഇരുന്ന് ആൾക്കാർ കഴിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കാശ്മീരി വസ്വാൻ. ചൂടാറുന്നതിന് മുന്നേ കഴിക്കുന്നു പറഞ്ഞ് അവർ നമ്മളെ വഴക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. എൻ്റെ കാല് എങ്ങനെയുണ്ടോ? ഞാൻ ഹലോ
ഇത് മട്ടൻ്റെ റിബ്സ് ആണേ, ഭയങ്കര ടേസ്റ്റി സാധനം. മട്ടൻ കഴിക്കാത്ത എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റ്. വേണ്ട കെട്ടക്കുന്ന സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ എരിവും പുളിയും കൂട്ടി കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് പറ്റൂല. നമ്മൾ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള മട്ടൻ്റെ ഒരു രീതിയല്ല ഈ മട്ടന്. ഇത് കുറച്ചുകൂടെ വല്ലാത്തൊരു മുട്ടനാണ്. ഇത് മട്ടനല്ല, മുട്ടനാണ്. അതായത് ആ മറ്റേ ഒരു സാധനം ഞാൻ കാണിച്ചില്ലേ, റിബ്സ്, അത് നല്ലതാണ്. സത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഇത് നമ്മൾ ഓർഡർ ചെയ്യുന്നതിലും നല്ലത് വേറെ എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതാണ്. കാണുന്ന ഭംഗി, നമുക്കൊരു റീൽ എടുക്കാനുള്ള കാണുന്ന ഭംഗി അല്ലാണ്ട്, കാരണം ഞാൻ എല്ലാ നോർത്ത് ഇന്ത്യൻ ഫുഡും കഴിക്കുന്ന ഒരാളാണ്, എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതെനിക്ക് അങ്ങോട്ട്, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. ഇത് വാങ്ങിച്ച് കഴിക്കൂ, അടിപൊളിയാണ്. അങ്ങനെയാണ് കാണാനുള്ള ഭംഗി, കണ്ണിന് കുളിർമ, നാവിനും മനസ്സിനും കുളിർമ വേണമെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ മട്ടൻ ഞാൻ കഴിച്ചു കേട്ടോ, പൈസ കൊടുത്ത് മേടിച്ചത് കൊണ്ട് മാത്രം കഴിച്ചു തീർക്കുന്നേ ഉള്ളൂ. എന്തോ ഒരു സാധനം കാര്യമായിട്ട് വടിച്ചെടുക്കുന്നുണ്ടല്ലോ, എന്താ അത്? ഇതാണ് എന്താണ് റെസിറി, എന്താണ് പറഞ്ഞത്? ഡെസേർട്ട് എനിക്കറിയാൻ പോയി, ഇതിൻ്റെ ഒരു പേരുണ്ട്, എന്തോ ഒരു രമണി എന്നൊക്കെ പറയുന്ന പോലൊരു പേരാണ്. ആ രമണീനെ ഒന്ന് കാണിച്ചേ, ഒരു രമണീനെ എടുത്തേ. ഈ പേര് വായിക്കൊള്ളാത്തോടെ ഞാനങ്ങ് രമണി എന്ന് വിളിക്കുകയാണ്. രമണി കൊള്ളാമെന്നാണ് സൈന പറയുന്നത്, ഞാൻ വായിച്ചു നോക്കട്ടെ. ഇത് കൊള്ളാം, രമണി അടിപൊളിയാ. ഇതിന്റെ പേര് ഫിറിണി. ഞാൻ ചെക്കനോട് ഫിറിണി, രമണി അല്ല ഫിറിണി, മറക്കല്ല ഫിറിണി. ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് പേരെയൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും കണ്ടിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് ഷിക്കാര ബോട്ടിംഗ്, ഷിക്കാരയിൽ എത്തിയിരിക്കുകയാണ്. 1 മണിക്കൂർ നമ്മളിങ്ങനെ അവർ തുഴഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകും. ഇന്ന് നമ്മൾ കണ്ടവർ ഈ ഹൗസ് ബോട്ടിലാണ് സ്റ്റേ എന്നാ പറഞ്ഞേ. കണ്ടോ, ഷിക്കാര ബോട്ട്, കിടക്കുന്ന വള്ളം. ഞാൻ ഉറങ്ങുവേ. കേറിക്കോ കുഞ്ഞാ, സൈനനെ ആദ്യം പിടിച്ചു കയറ്റ. പിന്നെ കേറിക്കൊന്നേ. ഹലോ, ഇവിടെ കയറിയിരുന്നോ? കിടക്കാം, ഞാൻ ഉറങ്ങട്ടെ. തലയാണില്ല, ഈ ബ്ലാങ്കറ്റും തലയാണൊക്കെ ഉണ്ട്. Madam, you can do the complimentary one and you can think about sites here. That's the main right here. You saw the reels in Instagram, YouTube. That's our main lake here. We will show you also that. Hot chocolate. नहीं अभी नहीं അത് വണ്ടിയിൽ വരുമോ എടുക്കാന്? അലൈക്കും സലാം. കുഞ്ഞ എന്തെങ്കിലും വേണോ? കുഞ്ഞാ വേണ്ട, പ്രിന്റ് വേണമെന്നില്ല, നമുക്ക് സോഫ്റ്റ് കോപ്പി മതി. कश्मीरी झुमका नहीं चाहिए. सर जी यहाँ पर ऐसा ही है, हमारे पास शॉप ये नहीं है. പിന്നെ ഇവിടെ എന്തുട്ടാ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള വേറെ ഒന്നുമില്ലല്ലോ. ये कितना का है? 800 है. इसमें छोटे भी होगा ना? इसमें छोटा सस्ता चाहिए, दिखाओ वो सस्ता वाला. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. How much? नहीं चाहिए. Tell me your best price. नहीं, it's okay. अभी नहीं लेंगे, फिर भी लेना है. बाद में लेंगे. बाद में कहाँ मिलेगा? मैं तो आएंगे ना, आते रहते हैं. भैया चले बताओ चले. इतना बताओ. अतर नहीं.
आप क्यों नाराज है? नाराज बात ही नहीं करती मैडम। समझ में नहीं आते ना भाषा. इंग्लिश करेंगे ना, डोंट वेरी, तेलुगु करेंगे, मराठी में करेंगे, क्या क्या बात है? मलयालम करो. हाँ? केरला मलयालम करो. अब बाद में करेंगे, वो पहले अभी इंग्लिश करो तब ये बात करेगी. नहीं चाहिए. देख मैं पर चला हूं 300 रुपए के ब्रेसलेट पान में इधर हम देखो हुक्का हुक्का ये लजना टू जरा आएगा हुക്ക വേണം. വലിച്ചു പുകച്ച് നെഞ്ചൊക്കെ ഇങ്ങനെ പുറത്ത് വരും. What's which color dress? नहीं 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 भैया चले हम. ऊपर से ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല രസമല്ലേ? കുറേ പേരുണ്ട് ഇവിടെ. സൈനയാണ് ബോട്ട് തുഴയുന്നത്. അവരൊക്കെ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോകുന്നത്. അടുത്ത ആള് വരുന്നുണ്ട്. കച്ചവടക്കാരെ നമ്മുടെ ബോട്ടൊക്കെ പിടിച്ച് നിർത്തിയിട്ട് വാങ്ങിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമം ഇവർക്ക്. വിഷമമല്ല, ഇവർ ദേഷ്യപ്പെടുവാണോ എന്തൊക്കെയാണോ. എന്നിട്ട് വേറൊരുത്തപ്പോൾ ഒരു ബോട്ടുകാരൻ അങ്ങോട്ട് ഇപ്പോൾ കളിയാക്കി പറയുന്നു, മലയാളികളോട് എന്ത് പറഞ്ഞാലും വേണ്ട വേണ്ടാന്ന് വെച്ചിട്ടേ പോകുന്നു. റോജ മൂവിയിൽ ഈ പാട്ടുണ്ട്. പാട്ടിൽ അവർ ആ സീറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നതായിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. വെള്ളത്തിൽ മാർക്കറ്റ് കണ്ട കടേൻ്റെ അപ്പുറം സൈഡ്. ചേച്ചി തിന്നാൻ വല്ലതും ഉണ്ടോ തയ്ച്ചി? അമ്മച്ചി ഞങ്ങൾക്ക് തുണി ഷോള് സാധനം ഒന്നും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ തിന്നാൻ വല്ലതും കിട്ടുമോ? ഖന ഖന ബുക്കാറു ചിന്നുകുട്ടി ബുക്കാറു എന്ന് പറഞ്ഞ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തൊരുമാതിരി ഇവർക്ക് വാശിയാണോ നമ്മൾ സാധനം മേടിക്കണമെന്നല്ലേ? ഓരോ നാട്ടിലും ഓരോ രീതിയായി മലനിര ഇതൊക്കെ കാണാം. സൈനയുടെ തലകൾക്കിടയിലൂടെ മലനിരകൾ. और गई है ഈ ഷോപ്പിങ്ങൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്താന്ന് ഞങ്ങൾ തീറ്റ തിന്നാൻ നിർത്തിയതാ. വീഡിയോയുടെ ദേ ഫ്രൂട്ട്സ് പോന്നു. ജ്യൂസ് വേണോ? ഇത് പിടി. ഞങ്ങളുടെ ഒരു റൊമാൻറ്റിക് വീഡിയോ എടുത്ത് ഓ നിങ്ങൾ മറ്റേ ലബനീസാ? അതെ ലെബനീസ്. ബില്ല് പേജ് കിത്തന ആ പാവത്തിനെ കട്ട് ചെയ്ത് വിട്ടു. 3 ഒന്ന് അവിടെ താഴെ ഇരിക്കും. ബോട്ടിലിരുന്ന് ചായയും മാഗി ഫ്രഞ്ച് ഫ്രൈസ്. സമയം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഇത് തിന്നാൻ ബാക്കിയുണ്ട് പണിയാവട്ടാ. പിടിച്ചോ ഇപ്പൊ കൂട്ടിയിടിക്കും. കണ്ട ഇതിപ്പോ ചായ ഇപ്പൊ തകാം. പുറകിലിപ്പോ ഇടിക്കുമ്പോൾ ആണോ കഴിക്കുന്നത്? കുറച്ച് പേരുടെ വന്നിട്ട് എല്ലാവരും ആണോ കഴിക്കുന്നത്? ഒരു മയത്തിന് നോക്കണം കുഞ്ഞാ നീ. ആര് പിന്നെ പറഞ്ഞു ഒറ്റ നോട്ടം അവർക്ക് മനസ്സിലായത് അവർ തന്നെയാണ്.